സർ, മുരളീധരന്റെ തോൽവി കോൺഗ്രസിൽ ഒരു വൻ പടയൊരുക്കത്തിന് ഇടയാക്കുമോ? ഇപ്പോ വൻ പടയൊരുക്കം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. വന് ഒരു പടയൊരുക്കം എന്തായാലും ഉണ്ടാകും. അതിന്റെ കേളിയോട്ടെല്ലാം ഉയർന്നു കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂർ DCC ഓഫീസിന് മുന്നില് TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെയുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അവിടുത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ തന്നെ പരസ്യമായിട്ട് വന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റിന് പുറകെ വന്നു. ശ്രീ മുരളീധരൻ തന്നെ പറഞ്ഞ ഇപ്പൊ എന്താ, അദ്ദേഹം ഇനി ഒരു തെരഞ്ഞെടുപ്പിന് ഇല്ല, പാർട്ടി പ്രവർത്തനത്തിനും ഇല്ല, ഞാൻ വീട്ടിൽ ഇരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം തന്നെ എന്താ? ഇതിനകത്ത് ഇപ്പോഴും നമുക്ക് കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇപ്പോഴും ബാക്കി കിടക്കുന്നത്, എന്തിനാണ് കെ മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത്? അതെ, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വളരെ സേഫായിട്ട് സേഫ് സോണിൽ നിന്ന് വടകരയിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച് വന്ന ഒരു നല്ല MP ആയിരുന്നു ഇത് തീർച്ചയായിട്ടും കെ മുരളീധരൻ. അപ്പൊ കെ മുരളീധരൻ MLA ആയാലും MP ആയാലും നല്ല പ്രവർത്തനം മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും മണ്ഡലത്തിലെ ആളുകൾക്ക് മുരളീധരന് ഇഷ്ടമാണ്. മോഹൻലാല് അതെ, മോഹൻലാല് പറയില്ലേ, എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറയത്തില്ല. അതുപോലെ മണ്ഡലത്തിൽ ആൾക്കാർക്ക് കെ മുരളീധരനെ ഇഷ്ടമാണ്. കാരണം വേറൊന്നും കൊണ്ടില്ല, അവരുടെ വിഷയങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അടുത്തു നിന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പരിഹാരങ്ങൾ കേൾക്കാനും പരിഹാരം ഉണ്ടാക്കാനും പ്രവർത്തിക്കുന്ന ഒരാളാണ് കെ മുരളീധരൻ. ഇപ്പൊ നമ്മള് വട്ടിയൂർക്കാവില് MLA ആയിരുന്നു. ഇപ്പോഴും വട്ടിയൂർക്കാവിലെ ആളുകൾ പറയുന്നത് മുരളീധരനെ കൊണ്ടുവരൂ, ഞങ്ങൾ ജയിപ്പിച്ചു തരാം. അവിടുത്തെ കോൺഗ്രസ് അല്ലാതെ സ്വന്തമായ ആള്, ഞാൻ ആ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാണ്, എനിക്കറിയാവുന്നതാണ്. അപ്പൊ ഇത് വലിയ ഒരു പാളിച്ചയാണ് അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചത് എന്നാണ് ആദ്യത്തെ പാളിച്ച എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുരളീധരനെ വളരെ സേഫായിട്ട് വടകരയിൽ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു, ജയിക്കുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ പാലക്കാട് നിന്ന്, അത് ഒരു സിറ്റിംഗ് MLA പാലക്കാട്ട് നിന്ന് വടകരയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിനെന്നോ പറയാം, എന്തായാലും 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ഷാഫി പറമ്പിൽ പിടിച്ചുവെങ്കിലും ഷാഫി പറമ്പിലിന്റെ വിജയം ഒരു വലിയ വിജയം തന്നെയാണ്, അംഗീകരിക്കുന്നു. പക്ഷെ എന്തിനാണ് അത് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം. അപ്പോ കോൺഗ്രസിന്റെ പല നേതാക്കളും മുരളീധരന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പല കോൺഗ്രസ് നേതാക്കളും എന്നോട് പറഞ്ഞത് മുരളി അവിടെ പോയി നിൽക്കണ്ടായിരുന്നു, അത് അങ്ങനെ മനസ്സോടെയാണ് അതെ മാറി നിന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇനിയിപ്പോ സുരേഷ് ഗോപി അവിടെ നിന്നത് കൊണ്ട്, സുരേഷ് ഗോപി അവിടെ BJP സ്ഥാനാർത്ഥി ആയതുകൊണ്ടും VS സുനിൽകുമാർ CPIയുടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ടും, അത്രയും വലിയ പ്രമുഖരായ 2 ആളുകൾ നിൽക്കുമ്പോൾ അവരെ എതിർക്കാൻ പറ്റിയ ഒരു നേതാവാണ് കെ മുരളീധരൻ എന്ന് മനസ്സിലാക്കി കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പോൾ TN പ്രതാപൻ അത്ര മോശപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അല്ല. TN പ്രതാപൻ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു, നല്ല MP ആയിരുന്നു. പ്രതാപന് ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടാൻ നല്ല സ്ഥാനാർത്ഥിയാണ്. ആരുടെ കാല് പിടിച്ചോണമെങ്കിലും വോട്ട് വാങ്ങാനുള്ള കഴിവുള്ള നേതാവാണ്. അവിടെയാണ് എന്താണ് പ്രതാപ ഫാക്ടർ തോൽവിക്ക് കാരണമാണോ? തീർച്ചയായിട്ടും പ്രതാപന് ലീഡ് കിട്ടിയ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഗുരുവായൂർ മാത്രമാണ് ലീഡ് വന്നത്. മുരളിക്ക് അപ്പൊ ഇത് അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള എതിർപ്പല്ല, ലീഡർ ശ്രീ കരുണാകരന്റെ കുടുംബത്തോടുള്ള ശത്രുതയാകാം ഇങ്ങനെ ഒരു നെഗറ്റീവ്. കാരണം നമ്മൾ നോക്കുമ്പോ ശ്രീ കെ കരുണാകരനെ തോൽപ്പിച്ച സ്ഥലമാണ് തൃശ്ശൂർ. അതാണ് നമ്മൾ ചരിത്രം. വി രാഘവൻ ജയിച്ചതാണ് 1000 ചില്ലറ വോട്ടിൽ. അതെ, അത് അങ്ങനെ ഒരു ചരിത്രം ചരിത്രമുണ്ട്. അതെ, അത് കഴിഞ്ഞു പത്മജ അവിടെ നിന്നു, പത്മജയെ തോൽപ്പിച്ചു. പത്മജ പുറത്തു നിന്ന് വേണ്ട പടിയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോ മുരളീധരൻ വന്നു, മുരളീധരനെ തോൽപ്പിച്ചു.
മുരളീധരൻ കോഴിക്കോട് നിന്നപ്പോഴും ജയിച്ചിട്ടുള്ള ആളാണ്. വടകരയിൽ നിന്നപ്പോ ഇപ്പൊ ഏറ്റവും അവസാനം വ്യക്തമായ കണക്ക് പ്രകാരമാണെങ്കിൽ കോൺഗ്രസിന് കിട്ടേണ്ട 1,00,000 വോട്ട് തന്നെയാണ് മറിഞ്ഞു പോയിരിക്കുന്നത്. അപ്പം ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ട് കറക്റ്റ് കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഇടതുപക്ഷ വോട്ട് അവിടെ വിള്ളല് വലുതായിട്ട് വീണിട്ടില്ലെന്നാണ് സുനിൽ തന്നെ പറയുന്നത്. സുനിൽകുമാർ തന്നെ പറയുന്നത്. നമുക്ക് കണക്കുകളും വെച്ച് നോക്കുമ്പോഴത്തേക്കും പക്ഷേ ഈ ഇടതുപക്ഷ വോട്ടുകൾ മാത്രം കൊണ്ട് ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ പറ്റത്തില്ല. നിഷ്പക്ഷ വോട്ടുകൾ അപ്പൊ അല്ലാതെ നിഷ്പക്ഷമായി നിൽക്കുന്ന സ്വതന്ത്ര ചിന്താഗതിക്കാരായ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ വോട്ട് വന്നാലേ ഭൂരിപക്ഷത്തിലേക്ക് മാറത്തുള്ളൂ. സാർ, ഇത് പ്രതാപൻ ഒക്കെ വേണ്ട രീതിയിലോ അല്ലെങ്കിൽ മുരളീധരൻ പറഞ്ഞ പോലെ ഒരു ഇന്നലെ പത്മജ ഇത്തിരി സറ്റയറായിട്ടാണ് അത് അവതരിപ്പിച്ചെങ്കിലും ഈ മുരളിയേട്ടന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വിയർപ്പൊക്കെ തുടച്ചു കൊടുത്തെങ്കിലും ആ അന്നേരം കാണുന്ന ആ തുടയ്ക്കൽ മാത്രമേ ഉള്ളൂ. അടിയിൽ വേറെ പണിയാ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാണ് ശ്രീമതി പത്മജ പറഞ്ഞത്. കാരണം അത് TN പ്രതാപൻ ഉദ്ദേശിച്ചാണ് അവരങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. കാരണം അവരെ തോൽപ്പിച്ചതിന്റെ പ്രധാന ആളുകളെല്ലാം ഇത്തവണയും മുരളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് മുരളിക്കും സംഭവിക്കുമെന്ന് അവർ പറഞ്ഞത് ശരിയാണ്. 100% അത് അവർ പറഞ്ഞു. പക്ഷേ വേറൊരു കാര്യം, ഈ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മുരളീധരൻ ഇത് മനസ്സിലായി. അതെ, തീർച്ചയായിട്ടും വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മുരളീധരൻ വളരെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മുരളി പറഞ്ഞത് പാർട്ടി തലത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു കാര്യമായ ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒരു നെഗറ്റീവ് ഫലം ഉണ്ടാക്കുമോ എന്നൊരു സംശയമുണ്ട്. പല ബൂത്തുകളിലും പ്രവർത്തകർ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ 2 സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. അതിലൊന്ന് ശ്രീ കെ മുരളീധരനും ഒന്ന് ശ്രീ അടൂർ പ്രകാശുമാണ്. ഈ 2 പേരും നന്നായിട്ട് വെള്ളം കുടിച്ചു. അടൂർ പ്രകാശ് അവസാനമാണ് ബൂത്തിൽ ആളില്ലായിരുന്നു, പ്രവർത്തിക്കാൻ ബൂത്തിൽ ആളില്ല, ബൂത്തിലിരിക്കാൻ ആളില്ല. കോൺഗ്രസിനെ പോലെ, അത് കേരളത്തിലെ കോൺഗ്രസിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ബൂത്തിലിരിക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു ഇവിടെ മാത്രമാണ്. പലയിടത്തും കോൺഗ്രസിന് അങ്ങനെ ഉണ്ടായില്ല. ഈ ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ടല്ലേ ഇത്ര വോട്ട്. അങ്ങനെ ഉള്ള സ്ഥലത്തെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇത് ചെയ്തു, സ്ട്രഗിൾ ചെയ്തു ജയിക്കാൻ. അതേസമയം വടക്കോട്ട് പല മേഖലകളിലെ പല മണ്ഡലങ്ങളിലും നമ്മൾ എടുത്തു നോക്കും, അവിടെ എല്ലാം പ്രവർത്തകർ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ പ്രവർത്തകർ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം 1,00,000-ൽ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കോൺഗ്രസും UDF-ന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചത്. നമ്മൾ വടക്കൻ മേഖലയിലും 11 സ്ഥാനാർത്ഥികൾ 1,00,000 വോട്ടിന് മുകളിലാണ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാ അവരെങ്ങനെ ജയിച്ചു? തീർച്ചയായിട്ടും അപ്പൊ അവിടെ പ്രവർത്തകരുണ്ടായിരുന്നു. ഇവിടങ്ങളിൽ എന്താ ഇപ്പൊ നമ്മുടെ ഡോക്ടർ ശശി തരൂരിന്റെ കാര്യം എടുത്ത് നോക്കും. തിരുവനന്തപുരത്ത് അങ്ങോട്ട് പാറശാല നെയ്യാറ്റിൻകരയും കോവളം വന്നപ്പോഴാണ് അദ്ദേഹം ജയിച്ചത്. അതെന്തുകൊണ്ട്? അവിടെ പാർട്ടിയുടെ ഒരു ചട്ടക്കൂടുണ്ടായിരുന്നു. നഗരത്തിനകത്ത് ആ പാർട്ടി ചട്ടക്കൂടിന്റെ പ്രവർത്തന ആ രീതി മാറി. അതേപോലെ ആറ്റിങ്ങിലെടുത്ത് നോക്കാം. അത് കമ്മ്യൂണൽ വോട്ടല്ലേ സാർ മാറിയത്? വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോ തന്നെ അടൂർ പ്രകാശ് വന്ന് പറഞ്ഞതാണല്ലോ. അതേ വിശദമായിട്ട് പിന്നെ പാർട്ടി വേദികളിൽ അത് പറയുമെന്നും പറഞ്ഞു. അപ്പൊ അത് കാണിക്കുന്നത് കോൺഗ്രസ് പാർട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നേതാക്കൾ മാത്രം ഉണ്ടായാൽ പോരാ, അണികൾ ഉണ്ടാകും. അണികൾക്കിടയിൽ ഐക്യം ഉണ്ടാകും. അവർക്കൊരു പ്രവർത്തന രീതിയുണ്ട്, ആ രീതി വരണം. അതാണ് എനിക്ക് തോന്നുന്നു അയ്യപ്പദാസൊക്കെ രാഷ്ട്രീയമൊക്കെ നമ്മളൊക്കെ ഈ പണ്ടൊക്കെ നമ്മള് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുക അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏരിയയിൽ ഒരു മരണം ഉണ്ടായാൽ ആദ്യം അവിടെ ഓടിയെത്തുന്ന ഒന്നേ യൂത്ത് കോൺഗ്രസ്സുകാരോ DYFIക്കാരോ ആയിരിക്കും, യൂത്ത് നേതാക്കളായിരിക്കും. ഇവരവിടെ വന്ന് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടുത്തെ വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് പന്തലിടണമെങ്കിൽ പന്തലിടും, അല്ലെങ്കിൽ സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതുകൊണ്ട് സമുദായ വ്യത്യാസം ഒന്നും ഇല്ലാതെ ഇവരെല്ലാം അവിടെ ആക്റ്റീവായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നവരാ ഇപ്പൊ BJP പ്രവർത്തകർ. അത് എന്താണ്? അവരാ റൂട്ട് ലെവലിലേക്ക് അവരുടെ പ്രവർത്തകരെ കൊണ്ടുപോകുന്നു. ആ പ്രവർത്തകരെ അവര് ആ രീതിയിലേക്ക് വീട്ടുകാർ മൊത്തം വരുന്നു. അപ്പൊ അതാണ് പറയുന്നത്, അങ്ങനെ ഒരു ആത്മബന്ധം വോട്ടർമാരുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം.
അങ്ങനെ ഉണ്ടാക്കിയെടുത്താലേ ഒരു പാർട്ടി നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രവർത്തനം നടത്താനായിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ CPM-കാരോ ഇപ്പൊ ശ്രമിക്കുന്നില്ല. അത് ശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ പാർട്ടിക്കാർക്കെല്ലാം ഉണ്ടാകുന്ന ഈ പാർട്ടിയെല്ലാം ഈ സാറി പറയുന്ന പോലെ നേതാക്കൾ ഇതൊന്നും അറിയുന്നില്ലേ? നേതാക്കള് അവർക്ക് നേതാക്കളായിട്ട് ഇരുന്നാൽ മാത്രം മതിയല്ലോ. പ്രവർത്തകരുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു പ്രകടനം നോക്കുമ്പോൾ പ്രകടനം നടക്കും, അതിനും പൈസ കൊടുക്കുന്നുണ്ട് ഇപ്പൊ. തീർച്ചയായിട്ടും പൈസ ബിരിയാണിയൊക്കെ കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് അതിന് ആളെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനല്ല, പണ്ടൊന്നും അങ്ങനെയല്ലോ. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സാറിനൊക്കെ SFI-ക്കാരായാലും KSU-ക്കാരായാലും ഞാൻ കേട്ടിട്ടുണ്ട്, പൈസ വാങ്ങിച്ചിട്ടല്ല നമ്മള് സാറിന്റെയൊക്കെ കോളേജ് പഠന കാലത്ത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഇപ്പോൾ ആർക്കും ഇല്ല. ഇതെല്ലാം ഒരു കച്ചവടം പോലെയുള്ള ഒരു രീതിയിലേക്ക് പോയി. അത് നേതാക്കൾ മനസ്സിലാക്കണം. നേതാക്കൾ മനസ്സിലാക്കി അങ്ങനെ ചെയ്യുന്ന നേതാക്കൾ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ. KPCC പ്രസിഡന്റും വേറെ ചില അദ്ദേഹത്തിനോട് വിരോധമുണ്ട് തോന്നിയിരുന്നവരും മുരളി പോകരുത്, മുരളി ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പ്രസ്താവന വന്നിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ സുധാകരൻ അദ്ദേഹത്തിനോട് എപ്പോഴുള്ള ആളാണ്. ഇന്നിപ്പോ KPCC പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു ശ്രീ മുരളീധരന്റെ വീട്ടിൽ പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് വീട്ടിൽ പോയി അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനമാനം കൊടുക്കും, ചിലപ്പോൾ വയനാട് വീണ്ടും സ്ഥാനാർത്ഥിയാക്കും പറയുന്നു. അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നു. മുരളിയെ സംബന്ധിച്ച് മുരളിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇല്ലില്ല, അദ്ദേഹം അന്നേരത്തെ ഒരു വികാരത്തിൽ അദ്ദേഹം പറയുന്നതാണ്. അതിപ്പോ മിഠായി കിട്ടാത്ത പിള്ളേര് പിണങ്ങി മാറിയിരിക്കുന്നു. പക്ഷെ സാർ, ഈ ഇലക്ഷൻ സമയത്ത് തന്നെ പത്മജയെ കൊണ്ടുപോയി ഇതിലേക്ക് ചേർത്തതേ, BJP-യിലേക്ക് ചേർത്തതേ സാറേ, അത് ഒരു ഭയങ്കര രാഷ്ട്രീയമായിരുന്നില്ലേ? ചേട്ടനെ എതിരായിട്ട് തൃശ്ശൂർ തന്നെ അനിയത്തിയെ കൊണ്ട് ഇറക്കുക, തീർച്ചയായിട്ടും അത് BJP-യുടെ ആ രാഷ്ട്രീയം വിജയിക്കുക തന്നെ ചെയ്യണം. രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഒരു ഭാഗം വിജയിക്കുക തന്നെയാണ് ചെയ്തത്. ആ തന്ത്രത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. അതെ. പിന്നെ സാറ് പറഞ്ഞ പോലെ സുരേഷ് ഗോപി, മുരളിയേട്ടൻ എന്ന് വിളിക്കുന്ന അവർ കുടുംബ സുഹൃത്തുക്കളും കൂടെ ആയതുകൊണ്ട് സ്ഥാനാർത്ഥി വലിപ്പം കൂടെ നോക്കിയായിരിക്കാം ചിലപ്പോൾ മുരളിയെ കൊണ്ട് ഇറക്കിയത് എന്നുള്ളത് വേണമെങ്കിലും പറയാം. അങ്ങനെ വേണമെങ്കിലും പറയാം. അത് പക്ഷെ ഒരു പ്രതാപൻ പക്ഷം അവിടെ ഉണ്ടോ തൃശ്ശൂര്? ശരിക്കും എന്തൊക്കെ പറഞ്ഞാല് 5 വർഷം MP ആയിരുന്ന ആളല്ലേ. അപ്പൊ MP ആയിരിക്കുന്ന ഒരാളിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ടാവും. മാത്രമല്ല ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സമുദായത്തിന്റെ വോട്ടൊക്കെ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്. മാത്രമല്ല പ്രതാപൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ മുന്നേറി നിൽക്കുന്ന ഒരു സമയത്താണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് എല്ലായിടത്തും ഒരുമിച്ചായതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ലെങ്കിലും പ്രചരണ രംഗത്ത് വളരെ മുന്നിലേക്ക് അദ്ദേഹം വളരെ മുന്നേറി നിൽക്കുന്ന ഒരു ടൈമിലാണ് പ്രധാന നോട്ടീസ് ഉണ്ടായിരുന്നു, 1.5 ലക്ഷം രൂപ അതിനുവേണ്ടി ചെലവാക്കി മാറ്റിയിട്ട് സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും. അപ്പൊ അത് സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഒരു പ്രതിഷേധം ബാധിക്കും. അത് നെഗറ്റീവായിട്ടൊരു ചിന്ത ആളുകൾക്കിടയിൽ വരാം. പിന്നെ മറ്റൊരു കാര്യം, 5 വർഷമായി നിരന്തരമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് ആണ് ശ്രീ സുരേഷ് ഗോപി അവിടെ ഉണ്ടായിരുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചില്ല. അത് രാഷ്ട്രീയമൊന്നും പുള്ളിക്കില്ല. എല്ലാ മതവിഭാഗക്കാരുമായിട്ടും ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാനും അവരുടെ വീടുകൾ സന്ദർശിക്കാനും അങ്ങനെ അപ്പൊ അതൊരു ഗ്രൗണ്ട് വർക്ക്. അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം. ആ ഗ്രൗണ്ട് വർക്ക് അവര് വളരെ ഭംഗിയായിട്ട് നടത്തി. അവിടുത്തെ BJP പ്രവർത്തകരും നടത്തി, അതോടൊപ്പം സുരേഷ് ഗോപിയെ നടത്തി. സുരേഷ് ഗോപി അവിടെ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ഒരു അക്ഷമയും കാട്ടാതെ നല്ല പ്രവർത്തനം നടത്തി അതിന് ഫലം ഉണ്ടാകും എന്നുള്ളതിന്റെ തെളിവ് ഉത്തമ ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ വിജയം. അത്തരത്തിലൊരു ഇത് തന്നെയാണ് ഇവിടുത്തെ BJP ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതൊക്കെ പണ്ട് പരമ്പരാഗതമായി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസും CPM ആണ്. പക്ഷെ ഇപ്പൊ BJP-യിൽ പ്രവർത്തിക്കുന്ന പല പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസിൽ നിന്നും എന്നും അണികൾ തങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ഒരു അഹങ്കാരമായിരിക്കും. അങ്ങനെ ഒരു അഹങ്കാരം ഒരു നേതാക്കളും ഒരു പാർട്ടിയും വെച്ച് വളർത്തും. കോൺഗ്രസിന് നേതാക്കളും അണികളില്ല, നേതാക്കൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പോരല്ലോ. ഒരു ഉദാഹരണത്തിന് സ്റ്റേജിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ, സമ്മേളനം വിളിച്ചാൽ നേതാക്കൾ ഇരുന്ന് സ്റ്റേജ് ഒടിഞ്ഞു വീഴും. അത്ര ഭാരമാണ് അവരെല്ലാവരും ഉണ്ടാകുന്നത്. എന്തായാലും പുറത്തു നിൽക്കുന്ന പത്മജ കോൺഗ്രസിനൊരു തലവേദന, പ്രത്യേകിച്ച് മുരളീധരന്റെ തോൽവി ഒക്കെ ഉണ്ടാക്കുമോ? അടുത്ത KPCC യോഗത്തിൽ എന്തൊക്കെയായിരിക്കും തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം സാർ. താങ്ക് യു. ഓക്കെ സാർ.